സ്നേഹപിതാവായ ദൈവമേ, ഇല്ലായ്മയിൽ നിന്നാണ് ഈ പുതിയ ദേവാലയം ഇവിടുത്തെ ജനം പടുത്തുയർത്തിയിരിക്കുക. ഒത്തിരിയേറെ ബുദ്ധിമുട്ടിയ ആളുകളുണ്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചവരുണ്ട്, പണം സമാഹരിച്ചവരുണ്ട്, യാത്രകൾ നടത്തിയവരുണ്ട്. അവരെ എല്ലാവരെയും ബലിയിൽ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമായി ഈ ദേവാലയം പ്രാർത്ഥനയുടെ ആലയമായി മാറട്ടെ. നിരന്തരമായ ബലിയിലൂടെ നിനക്ക് കാഴ്ചകൾ അർപ്പിക്കുവാനും നിന്റെ മനസ്സിനോട് ചേർത്ത് ഞങ്ങളുടെ മനസ്സുകൾ കാഴ്ചവെക്കുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ബലിയിൽ ഞങ്ങളുടെ ഇടവകയുടെ അപ്പച്ചനായ ഞങ്ങളുടെ വികാരിയച്ഛനെ ഞങ്ങൾ ഓർക്കുന്നു. അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ്റെ നേതൃത്വവും അച്ഛൻ്റെ ബുദ്ധിമുട്ടുകളും അച്ഛൻ്റെ ഉപവാസവും എല്ലാം ഈ ദേവാലയത്തിൻ്റെ പടുത്തുയർത്തുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അച്ഛനോട് ചേർന്ന് ബുദ്ധിമുട്ടിയ സിസ്റ്റേഴ്സിനെയും പള്ളി നിർമ്മാണ കമ്മിറ്റിയെയും പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും കൈക്കാരന്മാരെയും മതാധ്യാപകരെയും സംഘടനാ ഭാരവാഹികളെയും ദേവാലയ ശുശ്രൂഷയെയും ഈ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് സേവനം ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഇന്നീ ദിവസം ഈ സായനം അവർക്ക് സന്തോഷത്തിൻ്റെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെയും സമയമായി മാറട്ടെ. കർത്താവേ, അവരുടെ പരിശ്രമങ്ങൾ പൂവണിഞ്ഞുവെന്ന് നീ അവരെ ബോധ്യപ്പെടുത്തണമേ. സന്തോഷത്തോടു കൂടി നിനക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനും നിന്നോടൊത്തു ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിത സഹനങ്ങൾ ജീവിതം സമ്മാനിക്കുന്ന എന്ത് തന്നെയായാലും അത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങുവാനും ഞങ്ങളെ നീ പഠിപ്പിച്ചാലും. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായവുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ പുതിയ ദേവാലയത്തിൽ നമ്മൾ അർപ്പിക്കുന്ന ആദ്യത്തെ ബലിയുടെ
മഹനീയമായ പെസഹ രഹസ്യത്തിലേക്ക് നാം കടക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും കണ്ണുകളടച്ച് നിശബ്ദമായൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ആന്തരിക മനുഷ്യരാക്കി മാറ്റണമേ. ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന പലതുമല്ല അങ്ങയുടെ മുമ്പിൽ പ്രാധാന്യമായിട്ടുള്ളത്. ശരിയായ ആഴങ്ങൾ മനസ്സിലാക്കി ആകാംക്ഷകൾ നിന്റെ കൈകളിൽ ഏൽപ്പിച്ച് മരിച്ചവരെ അനുസ്മരിക്കുന്ന ഈ മാസത്തിൽ നിന്റെ മരണത്തിൻ്റെ ഓർമ്മയെ അനുസ്മരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം നിന്റെ കൈകളിലാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ എന്ന് നിശബ്ദമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസ് നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ നീ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിരദാസന്മാരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
കർത്താവിനെ സ്വീകരിക്കുവാനുള്ള സമയമാകുന്നു. നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് നിശബ്ദരാകാം. ചെറിയൊരു ആത്മസ്വരം നമുക്ക് നടത്താം. കർത്താവെ, സ്നേഹത്തിൻ്റെ പ്രമാണത്തിനെതിരായിട്ട് പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളോട് കൊടുക്കണമേ. വഴക്കും വക്കാണവുമായി വസ്തുവിനെ സംബന്ധിച്ചും സ്വത്തിനെ സംബന്ധിച്ചും വഴക്ക് പിടിച്ച് ഞങ്ങൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളെ അനുരക്ഷരപ്പെടുത്തണമേ. ജീവിതത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഞങ്ങളുടെ വിശ്വാസം, പരസ്പര സ്നേഹം ഞങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദാനമായി തന്ന ജീവിതം ദാനമായി കൊടുക്കുവാനായിട്ട് വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് മാനസാന്തരം നൽകണമേ. കരയുകയും വിശക്കുകയും ചെയ്യുന്ന ലോകത്തിൽ ജീവന്റെ അപ്പമായി അങ്ങ് വരുന്നത് പോലെ ഞങ്ങളും ജീവന്റെ അപ്പമായി തീരുവാൻ നിന്റെ കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട്. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ സമയമാണ്. വിശുദ്ധ കുർബാനയുമായിട്ട് ബഹുമാനപ്പെട്ട വൈദികർ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ മുഖത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുക. പള്ളിയുടെ പുറത്ത് നിൽക്കുന്നവർക്ക് വിശുദ്ധ കുർബാന നൽകുന്നതിനായിട്ട് പള്ളിയുടെ ഏറ്റവും മുൻഭാഗത്തുള്ള വാതിലിൻ്റെ അടുക്കിലേക്ക് ഒരച്ഛൻ വരും. പള്ളിയുടെ ബാൽക്കണിയിൽ നിൽക്കുന്നവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരച്ഛൻ ആ ഭാഗത്തേക്ക് വരുന്നതാണ്. നിങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരേണ്ടതില്ല, താഴെ സ്ഥലം കുറവായതുകൊണ്ട് എല്ലാവരും മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുക. പള്ളിയുടെ നടുഭാഗത്ത് അച്ഛന് കടന്നു പോകാനായിട്ട് വഴിയിടുകയും ചെയ്യും. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദപരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. നമ്മുടെ ബലി സമാപിക്കുകയാണ്. സന്തോഷദായകമായൊരു അനുഭവമായിരുന്നു ഇത്. കുർബാനയ്ക്ക് നൽകുവാനായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നല്ലതുപോലെ കാറ്റ് കിട്ടുന്ന ഒരു ദേവാലയമാണ്. മൈക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ ഭാവനാത്മകമായ രീതിയിൽ സൗന്ദര്യബോധത്തോടു കൂടി ഈ മധുബഹായും ഈ അൾത്താരയും എല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പരിശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ചും അതിരൂപതയുടെ പേരിൽ മഞ്ഞളിയച്ഛന് എൻ്റെ സ്നേഹവും ആശംസയും അറിയിക്കുകയാണ്. വലിയ പിതാവിൻ്റെ പേരിൽ, ചക്കിത്തി പിതാവിൻ്റെ പേരിൽ, ഞങ്ങളെല്ലാവരുടെയും പേരിൽ ഒത്തിരിയേറെ വൈദികരും സന്യസ്തരും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളോടുള്ള വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൂചനയാണിത്. ഈ ദേവാലയം നമ്മുടെ ഇടവകയ്ക്കും ഈ നാടിനും ഒരൈശ്വര്യമായി തീരട്ടെ.
ഈ ദേവാലയത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി അധ്വാനിച്ച എല്ലാവരെയും, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ അധ്വാനിച്ച എല്ലാവരെയും, അതിനുവേണ്ടി പ്രാർത്ഥിച്ചവര്, ഞാൻ പല പ്രാവശ്യം ഇവിടെ വരുമ്പോഴ് ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട രോഗികളെ കാണുമ്പോൾ പ്രാർത്ഥിച്ചവരുണ്ട്. അവരെല്ലാവരെയും നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. വരും കാലങ്ങളില് നമ്മുടെ തലമുറയ്ക്ക് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കൊടുക്കലിന്റെയും സൂചനയായി തൂങ്ങപ്പെട്ട രൂപം നമുക്ക് മാറുമാറാകട്ടെ. മുറിക്കപ്പെടുവാനും ചിന്തപ്പെടുവാനുമായിട്ടുള്ള വലിയ ആഹ്വാനം നൽകിക്കൊണ്ട് ഈ റോഡിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ആശ്വാസദായകമായ ദൈവത്തിന്റെ ഭവനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങൾ മായിച്ചുകളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവരാകട്ടെ. ദൈവത്തിനെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിരശ്രദ്ധയാകണമേ. നിങ്ങളുടെ മേൽ അവിടുത്തെ കൃപാവരം ചൊരിയട്ടെ. ഈ പുതിയ ദേവാലയം നിങ്ങൾക്കും നിങ്ങളുടെ ഇടവകയ്ക്കും ഈ നാടിനും ഐശ്വര്യത്തിന് സൂചനയായി മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഉടനെ തന്നെ വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥതയിലുള്ള നൊവേന നമ്മളൊന്ന് ചേർന്ന് ചൊല്ലുകയാണ്. അതിനുശേഷം പൗരോഹിത്യത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന അഭിമന്യ സെബാസ്റ്റ്യന്റെ കർത്തൃപിതാവിനെ നമ്മളൊന്ന് ചേർന്ന് മംഗളങ്ങൾ നേരും. അതിനുശേഷം സ്നേഹവിരുന്ന്, ഈ സ്നേഹവിരുന്നിനോട് പങ്കെടുത്തിട്ട് എല്ലാവരും പോകാവൂ എന്ന് ബഹുമാനപ്പെട്ടവരെ കാര്യച്ച് പ്രത്യേകമായിട്ട് അറിയിക്കും. പുതിയ പള്ളിയിലെ ആദ്യത്തെ നൊവേന നടത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു നിമിഷം കൂടി തൊട്ടതെല്ലാം പൊന്നാക്കി ആ പൊന്നുകൊണ്ട് തമ്പുരാൻ്റെ പള്ളി പണിത, അതും സുന്ദരമായി നിർമ്മിച്ച അയിരൂർ സെൻറ് ആൻഡ്രീസ് പള്ളി വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് മഞ്ചളി അച്ഛനും സഹപ്രവർത്തകർക്കും ഞാൻ അഭിനന്ദനത്തിൻ്റെ ഭൂഷണങ്ങൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സുവിശേഷം ജെറുസലേം ദേവാലയത്തോട് ബന്ധപ്പെട്ടതായിരുന്നു. ഈശോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജെറുസലേം ദേവാലയത്തിനകത്ത് ഏറ്റവും സുന്ദരമായ ഏറ്റവും വലിയ ആ പള്ളിയിൽ ക്രമക്കേട് കണ്ടപ്പോൾ ഈശോയ്ക്ക് സഹിച്ചില്ല. അവിടുന്ന് ചമ്മട്ടിയെടുത്ത് ആ ദേവാലയത്തെ ശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. കാരണം temple is a place of consecration and they made it a place of desecration. ദേവാലയം പ്രതിഷ്ഠാബദ്ധമായ സ്ഥലമാണ്, അവരതിനെ അശുദ്ധമാക്കി. ദേവാലയം പ്രാർത്ഥനയുടെ സ്ഥലമാണ്, അവരത് മറ്റു കാര്യങ്ങൾക്ക് കച്ചവടത്തിന് ഉപയോഗിച്ചു. ദേവാലയം temple is a place of sacrifice and they made it a place of self-gratification. ദേവാലയം ബലിയർപ്പണത്തിൻ്റെ സ്ഥലമാണ്, അവരത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഈശോ എതിർത്തത്, അല്ലെങ്കിൽ ഈശോയുടെ ദേഷ്യമുണ്ട്. സ്നേഹമുള്ള മക്കളെ, ഈ ദേവാലയം അതിസുന്ദരമായ ഈ ദേവാലയത്തിൻ്റെ ബാഹ്യമായ മോടിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. പക്ഷെ അതിന് വലിയ ഒരു സത്യം, ഏറ്റവും പരിശുദ്ധമായ ആന്തരികമായ ആ സൗന്ദര്യം ഭംഗി കളയാതിരിക്കാനായിട്ട് ഈ നൊവേന ഉൾപ്പെടെ ഇന്നത്തെ വലിയ കർമ്മങ്ങൾ നമുക്ക് താങ്ങാൻ നിൽക്കും. ഞാൻ ഈ ദേവാലയത്തിൽ ഇടവയ്ക്കും ഈ പ്രദേശം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, സ്നേഹം അറിയിച്ച് ആശംസകൾ അറിയിച്ചുകൊണ്ട് നൊവേനയുടെ തുടർച്ച. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ജീവൻ
കരുതലിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളിൽ തീക്ഷ്ണരാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരിച്ചുവിടനായമാർ ഭരണിപ്പാപ്പാക്ക് വേണ്ടി ഞങ്ങളുടെ പിതാവന്മാർ ഓർക്കിസ്റ്റേഷൻമാർ തോമസ് പുത്രാന്മാർ സഭാപുത്രാനും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളുകാരനായ വിശാന്തോറിസിന്റെ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെ അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിർമ്മലനും വിനീതനുമായി സന്തോഷീസന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെടുവാനാകട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനാം ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാനായി കൂടിയിരിക്കുന്ന എളിയവരായ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാത്മകളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാകട്ടെ. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് രോഗങ്ങൾ നേരിടാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോക ജീവിതം ജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ ഈ ലോകയെ സംബന്ധിച്ച ഈ സമൂഹത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വളരെയേറെ ത്യാഗം ചെയ്താണ് ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിൽ നമുക്ക് വേണ്ടി മുഖ്യ കാർമ്മികനായതെന്ന് നമുക്കൊക്കെ അറിയാം. ചുമ്മാ അല്ലെങ്കിൽ കരങ്ങൾ കൂപ്പി അല്പസ്വല്പം പ്രാർത്ഥനകൾ ചൊല്ലി ഭൂരിഭാഗം നേരവും ചമ്രം പടിഞ്ഞിരുന്ന് ശുശ്രൂഷയിൽ സംബന്ധിച്ചവരുടെ ക്ഷീണം നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ എനിക്കറിയാം. 28 ഫാനിൻ്റെ കാറ്റും കൊണ്ട് വിശാലമായ അന്തരീക്ഷത്തിൽ സമൃദ്ധമായിട്ടിരുന്ന് പഴയ പള്ളിയുടെ ഓർമ്മയാണോന്നറിയില്ല, ചിലർക്കൊക്കെ മുട്ടാണ്ടിരുന്നിട്ടൊരു സുഖമില്ല, ചിലർ മുട്ടാൻ ശ്രമിക്കണത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. എന്തായിരുന്നാലും നമ്മളിത്രയും ഫ്രീ ആയിട്ടിരുന്നിട്ട് പോലും നമുക്ക് ഇത്രയും ക്ഷീണം. അപ്പോൾ ഈ നേരം മുഴുവനും നിന്ന് വളരെ ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനകൾ ചൊല്ലി ഇവിടെയുള്ള പലരും പിതാവെന്ന് പള്ളിയും പരിസരവും കണ്ടെടുത്തോളം കണ്ടിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം. കറങ്ങി നടന്ന് സകല സ്ഥലവും വെഞ്ചരിച്ച് നമ്മുടെ ദേവാലയത്തെ കർത്താവിന് സമർപ്പിച്ചപ്പോൾ പിതാവ് നമുക്ക് വേണ്ടി നമ്മോടുള്ള സ്നേഹത്തെ പ്രതി വലിയൊരു ത്യാഗമാണ് ഏറ്റെടുത്തത്. ബഹുമാനപ്പെട്ട ആൻഡോച്ചൻ സൂചിപ്പിച്ചതുപോലെ പിതാവ് ജൂബിലിയുടെ നിറവിലാണ്. ജൂബിലി വർഷം സമൃദ്ധമായ ദൈവാനുഗ്രഹത്തിൻ്റെ വർഷമാണ്. നമ്മുടെ അച്ചൻകുഞ്ഞ് ജിറിൽ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, സെമിനാരിയിൽ തകൃതിയായി ജൂബിലി ആഘോഷമൊക്കെ ഉണ്ടായിരുന്നെന്ന്. വലിയ വിശാലമായിട്ടൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ആനേനെ കൊണ്ടുവരാൻ പറ്റിയ സംതൃപ്തിയിലാണ് ഞാൻ. അഭിയോഗ്യ പിതാവിൻ്റെ ജൂബിലി ആഘോഷത്തിന് ആന വേറൊരിടത്തും ഉണ്ടായിണ്ടാവില്ല. അത് നെറ്റിപ്പട്ടം കെട്ടിയ കോമ്പൻ ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. മുമ്പിൽ നടന്നപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. എന്തായാലും അഭിയോഗ്യ പിതാവിന് ഈ വർഷവും തുടർന്നുള്ള വർഷങ്ങളും വലിയ അനുഗ്രഹത്തിൻ്റെ വർഷങ്ങളാവട്ടെ എന്ന് അയിരൂരിൻ്റെ സന്തതികൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയാണ്. നമ്മുടെ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം, കേരള സഭയെ സംബന്ധിച്ചിടത്തോളം
വളരെ നിർണായകവും പ്രശ്ന സങ്കീർണവുമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോവുക. അഭിമന്യ കർദിനാളിൻ്റെ രോഗവും മറ്റു പലതരത്തിലുള്ള പ്രശ്നങ്ങളും അഭിമന്യ പിതാക്കന്മാർക്ക് വളരെയേറെ ആകുലതകളും തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ ദിവസങ്ങളും ഒക്കെയാണ് സമ്മാനിക്കുക. തമ്പുരാനിൽ ആശ്രയിച്ച് കഴിപ്പാനും മഹാകാര്യങ്ങൾ നിർവഹിപ്പാനും കരുണയുടെയും ശക്തിയുടെയും തമ്പുരാൻ പിതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് ആശംസിക്കാം. നമ്മുടെ എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ പ്രതീകമായി നമ്മുടെ പ്രിയപ്പെട്ട ടോമിയച്ചൻ അഭിമന്യ പിതാവിന് ബൊക്കെ നൽകി ഈ നിമിഷം ജൂബിലിയുടെ ആശംസകൾ അഭിമന്യ പിതാവിന് നേരിടണം. പിതാവിൻ്റെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും അയിരൂരിൻ്റെ മക്കളുണ്ട്, ഈ മണ്ണുണ്ട്. കാരണം ഇതിലെ പോകുമ്പോൾ പലപ്പോഴും പിതാവ് ഇവിടെ വന്നിട്ടുണ്ട്. എന്നെ ഏറ്റവും വിസ്മയിപ്പിച്ചൊരു കാര്യം, ഞാൻ പിതാവിനെ ക്ഷണിക്കാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചെന്നത്. പിതാവ് എന്നോട് പറഞ്ഞു, എല്ലാം കൃത്യസമയത്തിന് തീർക്കണം, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് നോക്കണം. പിന്നെ മഞ്ഞളിയച്ച പ്രത്യേക ഒരു കാര്യം, എന്തെങ്കിലുമൊക്കെ പോരായ്മ ആ ദിവസങ്ങളിൽ സംഭവിച്ചാൽ ആവശ്യമില്ലാണ്ട് ടെൻഷനൊന്നും പിടിക്കേണ്ട, കാര്യമൊക്കെ ഭംഗിയായിട്ട് തീർന്നോളും. വലിയ ആശ്വാസവും കരുത്തുമാണ് അഭിമന്യ പിതാവ് ദേവാലയ നിർമ്മാണത്തിലും മറ്റു പല കാര്യങ്ങളും തന്നിട്ടുള്ളതെന്നുള്ള കാര്യം പ്രത്യേകം അനുസ്മരിക്കുന്നു. അഭിമന്യ പിതാവിന് ഒരിക്കൽ കൂടി എല്ലാവരുടെയും നാമത്തിൽ ആത്മാർത്ഥമായി അച്ഛൻ ജൂബിലിയുടെ ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ചടങ്ങുകൾ മനോഹരമാക്കി തീർക്കാൻ അത്യധ്വാനം ചെയ്ത എല്ലാവരെയും സ്നേഹത്തോടും നന്ദിയോടും കൂടെ അച്ഛൻ ഓർമ്മിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന് ശേഷം പൊതുയോഗമുണ്ട്. 1-2 വാക്ക് അവിടെ വെച്ച് പറയാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം, ഈ ആൾത്താരെയൊക്കെ എത്രയോ മനോഹരമായിരിക്കുന്നു. ഒത്തിരി പേരുടെ ഉറക്കമൊളിച്ചുള്ള അധ്വാനാണ്. ഇന്നേ ദിവസം നമുക്ക് കമൻ്ററി ഒക്കെ പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട ആൻഡോച്ചൻ അച്ഛൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. അവിടെ സെമിനാരിൽ അച്ഛൻ പഠിപ്പിക്കുകയാണ്. അച്ഛൻ അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വലിയ സന്തോഷത്തോടുകൂടെ ഇവിടെ വന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ, അതുപോലെ തന്നെ സിസ്റ്റർമാർ, അതുപോലെ തന്നെ നമ്മെ ഒത്തിരി സ്നേഹിക്കുന്ന മനുഷ്യർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ അച്ഛൻ നന്ദി പറയാണ്. ബഹുമാനപ്പെട്ട അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ഒത്തിരി തിരക്കും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിട്ടും എന്താ പറയുക, ഞാൻ വിചാരിച്ചില്ല ബഹുമാനപ്പെട്ട നമ്മുടെ പഴയ കാര്യച്ചന്മാരൊക്കെ വന്നിട്ടുണ്ട്. പള്ളിപ്പറമ്പിൽ അച്ഛനും മറ്റച്ഛന്മാരും ഒക്കെ ഉണ്ട്. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവരൊക്കെ സ്നേഹത്തിൻ്റെ പുറത്ത് ഓടിപ്പടഞ്ഞു വന്നു അവരെ ഒന്ന് കാണുക എന്ന് വലിയ ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന ഇടവക മക്കളുണ്ട്. എല്ലാവരുടെയും പേരിൽ ഈ ദിവസത്തെ ഇത്ര മനോഹരമാക്കാൻ അച്ഛൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയണില്ല, ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ട് അച്ഛൻ നന്ദിയോടെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഈ സമയം നമ്മുടെ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച ഏതാനും പേർക്ക് നമ്മൾ ഒരു ഉപഹാരം നൽകുന്നുണ്ട്. അത് അവരോടുള്ള നമ്മുടെ കടപ്പാടിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിട്ടാണ് നമ്മൾ സമ്മാനിക്കുക. അച്ഛനെ പേര് വിളിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ വന്ന് അഭിമന്യ പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് ഈ മൊമെൻറ്റോ സ്വീകരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു.
പിന്നെ ഇത് കൂടാണ്ട് നിങ്ങൾക്കറിയാം, അച്ഛൻ പറയണ്ട, ഓരോ കല്ലും പറക്കി വെച്ച എല്ലാ മക്കൾക്കും തമ്പുരാൻ്റെ മുമ്പിൽ വലിയ വിലയുണ്ട്. അനുഗ്രഹത്തിൻ്റെ കൈ എപ്പോഴും നിങ്ങളുടെ പുറത്തുണ്ടാവുമെന്ന് അച്ഛൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതിക്ക് അച്ഛന് ഈ സമ്മാനം കൊടുത്തവർ മാത്രമല്ല, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായി രാപകലില്ലാണ്ട് വെയിൽ കൊള്ളുകയും പല സ്ഥലത്തും തെണ്ടിപ്പറക്കി നടക്കുകയും ആര് എന്ത് എങ്ങനെ പറയുന്നു, ചെയ്യുന്നു, ചിന്തിക്കുന്നു, വിമർശിക്കുന്നു എന്നൊന്നും നോക്കാണ്ട് കർത്താവിനോടുള്ള പ്രതിബദ്ധത കൊണ്ട് അധ്വാനിക്കുകയും ചെയ്ത എല്ലാവർക്കും പേര് പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. എല്ലാവരെ കുറിച്ചും കർത്താവിൻ്റെ മുമ്പിൽ ആ ആത്മാക്കളെയൊക്കെ അവരുടെ കുടുംബങ്ങളെയൊക്കെ ആത്മാർത്ഥമായിട്ട് അച്ഛൻ സമർപ്പിക്കണം. പലരും വലിയ വേദനയുടെ വാക്കുകൾ പലയിടത്തും പറഞ്ഞപ്പോഴും ഇവരൊക്കെ ആയിരുന്നു മനസ്സിനും ജീവിതത്തിനും കരുത്ത് തന്നത്. തീർച്ചയായിട്ടും തമ്പുരാൻ്റെ കണക്ക് പുസ്തകത്തിൽ അവരുടെ ഒക്കെ പേരുണ്ട്. എല്ലാ പ്രകാരത്തിലും സിസി പുണ്യാളൻ്റെ കാര്യം അച്ഛൻ പറയാറുണ്ട്, ഓരോ കല്ലും പറക്കി വയ്ക്കാൻ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ, ബന്ധുക്കളായിട്ടും സ്വന്തക്കാരായിട്ടും ആരോരും പരിചയമില്ലാത്തവരായിട്ടും ഞാൻ ഓർക്കുന്നു. ഒത്തിരി പേര് പറഞ്ഞാൽ തീരൂല്ലത്. ഇനിയുള്ള ഞായറാഴ്ചകളിൽ പണ്ടപ്പരപ്പ് പറയാൻ എനിക്ക് ഇഷ്ടം പോലെയുണ്ട്, അത് ഞാൻ തീർത്തോളാം. എല്ലാവർക്കും ഒറ്റ വാക്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഒത്തിരി 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 നന്ദി പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട പിതാവിനും എല്ലാ അച്ഛന്മാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തമ്പുരാൻ്റെ അനുഗ്രഹവും സമാധാനവും സന്തോഷവും. ആമേൻ. അവസാനമായിട്ടൊരു വാക്ക്, ഞങ്ങൾ എറണാകുളത്തേക്ക് എന്നും കയറുമ്പോൾ വലിയൊരു സിനിമ പോസ്റ്റർ അവിടെ വെച്ചിട്ടുണ്ട്. സിനിമയുടെ പേര് ഉദയനാണ് താരം എന്നുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ താരം നമ്മുടെ വികാരിയച്ഛനാണ്. എല്ലാവരുടെയും പേരിൽ പുറക്കുന്ന കൈയടിച്ച് അന്തോണീസിനെ പോലെ അച്ഛനും സ്വർണ്ണനാവ് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വരുന്ന ഞായറാഴ്ചകൾ സൂക്ഷിക്കുക, അച്ഛന് പലതും പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എല്ലാവർക്കും സന്തോഷം, നല്ല സായനം ആശംസിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. നാമത്തിൽ വന്നവനാ ദാവീദാത്മജനോശാന. കർത്താവിൻ നാമത്തിൽ വന്നവനാ ദാവീദാത്മജനോശാന. ഇനിയും വരുവോനനുഗ്രഹീതൻ
വീഥിയിലോശാന. ഇനിയും വരുവോനനുഗ്രഹീതൻ ഉന്നത വീഥിയിലോശാന. നീലാകാശവും മാമല നിരയും പാലൊളി വിതറും ചന്ദ്രികയും. നീലാകാശവും മാമല നിരയും പാലൊളി വിതറും ചന്ദ്രികയും. തീരവും തിരകളും താരഗണവും പാടുന്നു ദൈവം പരിശുദ്ധൻ. തീരവും തിരകളും താരഗണവും പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീയേ പ്രഭോ. ഈ സ്നേഹോത്സവം 2008 പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ോടുകൂടി നമുക്ക് പൊതുയോഗം ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥന. ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സംഭൂജ്യ സന്നിധിയിൽ. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ എസ് ശർമ്മ അവർകളെ, പ്രിയപ്പെട്ട കല്ലറയ്ക്കൽ പിതാവേ രാധാകൃഷ്ണൻ സാറേ, എൻ്റെ പ്രിയപ്പെട്ട ജോൺസൺ ചേട്ടാ, തോമസ് ചേട്ടാ, ജോസേട്ടാ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണിന്ന്. എല്ലാ പ്രകാരത്തിലും നല്ല ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നാം സ്വന്തമാക്കുന്ന സുദിനമാണ്. ദൈവം നൽകിയ മഹാനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദിവസത്തെ അവിസ്മരണീയമാക്കാൻ, ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും നമ്മോട് സംസാരിക്കാനും നമ്മോടുള്ള സ്നേഹവും താല്പര്യവും പങ്കുവയ്ക്കാനും ഇന്ന് നമ്മോടൊപ്പമുള്ള പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് അച്ഛൻ്റെ കർത്തവ്യം.
ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ഫിഷറീസ് ആൻഡ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ എസ് ശർമ്മ അവകളെ വിനയപുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. ചടങ്ങിൻ്റെ അധ്യക്ഷനായ അഭിനന്ദനായ കല്ലറക്കൽ പിതാവേ, സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ബഹുമാന്യനായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇതിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു കുട്ടി പ്രത്യേകം എടുത്തു പറഞ്ഞു. നമുക്കേവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന നിലക്ക് ഏതവസരത്തിലും പ്രസക്തമായ, എക്കാലത്തേക്കും മനുഷ്യനും പ്രപഞ്ചവും നിലനിൽക്കുന്നിടത്തോളം കാലം പ്രസക്തമായ വചനമാണത്. നിന്നെപ്പോലെ നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. മാനവ സമൂഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ മഹത്തായ സന്ദേശമാണ് ജീസസ് ക്രൈസ്റ്റ് ലോകത്തിന് നൽകിയ സംഭാവന. അതിൻ്റെ പ്രസക്തി എക്കാലത്തും തലയുയർത്തി നിൽക്കുക തന്നെ ചെയ്യും. ഈ നാടിൻ്റെ തദ്ദേശീയമായ സംസ്കാരത്തിലും ഈ നാടിൻ്റെ മുമ്പോട്ടുള്ള വളർച്ചയിലും വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയം എന്ന നിലക്ക് ഇവിടെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രത്യേകമായി ഒരർത്ഥത്തിൽ പറഞ്ഞ ഈ നാട്ടിലെ നല്ല മനുഷ്യരുടെ സ്നേഹോത്സവം എന്ന സന്ദേശത്തിലൂടെ എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾക്കിടയിൽ മാനവ സ്നേഹത്തിൻ്റെ മഹത്തായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള പ്രചോദനവും സന്ദേശവുമാകട്ടെ ഈ സ്നേഹോത്സവം. 2008 ഇതിന് നേതൃത്വം കൊടുത്ത മഞ്ഞളി അച്ഛനെയും ഇടവക പ്രവർത്തകരെയും ഭാരവാഹികളെയും ഞാൻ ഈ അവസരത്തിൽ അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ നല്ല സമ്മേളനം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി, അഭിനന്ദനായ കല്ലറക്കൽ പിതാവിൻ്റെ അനുവാദത്തോടു കൂടി സന്തോഷപൂർവം ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെൻ്റെ വിനീതമായ നമസ്കാരം. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട അയിരൂർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സെയിൻറ് ആന്റണീസ് ദൈവാലയം മനോഹരമായ വിധത്തിൽ പുനർനിർമ്മിക്കപ്പെട്ട് ദൈവത്തിന് പ്രതിഷ്ഠിച്ചതിൻ്റെ സന്തോഷത്തിൽ നിറഞ്ഞ നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇത്രയും മനോഹരമായ ഒരു ദൈവാലയം ഈ പ്രദേശത്ത് ഉയർന്നു വന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവിധത്തിലും ശക്തമായ സ്നേഹനിർഭരമായ നേതൃത്വം നൽകിക്കൊണ്ട് തൻ്റെ സഹപ്രവർത്തകരെയും വിശ്വാസ സമൂഹത്തെയും തന്നോടൊപ്പം കൂടെ നിർത്തി ഇത്രയും മനോഹരമായ ഈ ദൈവാലയം പണിതുയർത്തിയതിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന്, മഞ്ഞളിയച്ഛന്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക്, ഈ ഇടവക സമൂഹത്തിന് മുഴുവനും ആത്മാർത്ഥമായി നേരുകയാണ്. അയിരൂർ സെൻറ് ആൻ്റണീസ് ദേവാലയം പുതുക്കി പണിത ഈ ശുഭദിനത്തിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഞാൻ ആദ്യമേ നന്ദി പ്രകാശിപ്പിക്കുന്നു. നിങ്ങൾ സ്വാഭാവികമായും ചോദിച്ചേക്കാം, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്
കേരളത്തിൽ നിന്ന് വരെ രാജ്യത്ത് തീവ്രവാദികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലേ? കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഹൈന്ദവരും മുസ്ലിങ്ങളിലും ഇടയിലുള്ള തീവ്രവാദികൾ പരസ്പരം ഏറ്റുമുട്ടി മരിക്കുന്നില്ലേ? ഉണ്ട്. പക്ഷേ തിരിച്ചെനിക്കൊന്ന് പറയാനുള്ളത്, 80 ലക്ഷത്തോളം വരുന്ന മുസ്ലിം ജനവിഭാഗങ്ങളിൽ 300 പേരാണ് ഈ തീവ്രവാദികളായിട്ടുള്ളത് എന്ന് മറക്കരുത് എന്നുള്ളതാണ്. 80 ലക്ഷത്തിൽ 300 എന്ന് പറഞ്ഞാൽ എത്രയോ നിസാരമാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏത് മതത്തിൻ്റെ പേരിലായും ഏത് പ്രസ്ഥാനത്തിൻ്റെ പേരിലായും ഏത് ആശയത്തിൻ്റെ പേരിലായാലും തീവ്രവാദത്തിലേക്ക് പോകുന്ന മനുഷ്യരെ തള്ളിപ്പറയാൻ അതത് മതസ്ഥിലുള്ളവർ തയ്യാറാകണം എന്നാണ്. വയലിൽ പൂക്കും ലില്ലികളെ നോക്കൂ, ദൈവത്തിൻ്റെ മഹത്വം കാണൂ. സ്വന്തം നൂലുകൾ നൂൽക്കുന്നില്ല, വെണ്മയേറും വസ്ത്രങ്ങൾ നെയ്യുന്നില്ല. എങ്കിലും ദൈവം സർവമഹത്വം നൽകി, ലില്ലികളെ ശ്രേഷ്ഠമായി അലങ്കരിക്കും. എങ്കിലും ദൈവം സർവമഹത്വം നൽകി, ലില്ലികളെ ശ്രേഷ്ഠമായി അലങ്കരിക്കും. ഈ ദേവാലയ വെഞ്ചിരിപ്പിനോടൊപ്പം ഈ ഇടവകയിലെ കുടുംബ യൂണിറ്റുകളുടെയും ഇടവകയുടെ വാർത്തകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മനോഹരമായ ഒരു പാരിഷ് ബുള്ളറ്റിൻ ഇവിടെ ഇപ്പോൾ പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇടവകയിലെ എല്ലാ വാർത്തകളും, കുടുംബ യൂണിറ്റിൻ്റെ വാർത്തകളും, സംഘടനാ വിശേഷങ്ങളും, നാട്ടുവിശേഷങ്ങളും, അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളും നിങ്ങളെല്ലാവരും എഴുതുന്ന സാഹിത്യ സൃഷ്ടികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള തുടർന്നുള്ള ലക്കങ്ങളുമാണ് ഈ ബുള്ളറ്റിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിലെ എല്ലാ ആഘോഷങ്ങൾ, ജന്മദിനമാകട്ടെ, പക്ഷേ നമ്മുടെ പള്ളിയുടെ മനോഹരമായ ദേവാലയത്തിൻ്റെ എല്ലാമായ മഞ്ഞളിയച്ചൻ തന്നെ മനോഹരമായ ഒരു പേരും കൂടി തന്നു, പ്രാർത്ഥന എന്നാണ് നമ്മുടെ പാരിഷ് ബുള്ളറ്റിൻ്റെ പേര്. പള്ളിപ്പറമ്പിലച്ചനെ ഈ ബുള്ളറ്റിൻ പ്രകാശനം ചെയ്യുന്നതിനായി ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ മനോഹരമായൊരു പാരിഷ് ബുള്ളറ്റിൻ പ്രസിദ്ധീകരിക്കുവാനായിട്ട് തയ്യാറാകുന്നു, അല്ലെങ്കിൽ തയ്യാറായി എന്നറിയുന്നതിൽ അതിയായി സന്തോഷമുണ്ട്. ഇടവകയിലെ എല്ലാ വാർത്തകളും അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് അതിമനോഹരമായ ഒരു ബുള്ളറ്റിൻ ഇവിടെ പ്രകാശനം ചെയ്യുവാനായിട്ട് പോവുകയാണ്. നിങ്ങളെവരുടെയും ഭാഗത്തോടുകൂടി ബുള്ളറ്റിൻ്റെ പ്രകാശന കർമ്മം ഞാൻ നിർവഹിക്കുന്നു. ഒരു ചിരകാല സ്വപ്നമായ ഫാമിലി ഡയറക്ടറി, അതായത് ഇടവകയിലെ എല്ലാ അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡയറക്ടറിയാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. എല്ലാ ഇടവകയിലെ വീടുകളിലുള്ള എല്ലാവരുടെയും പേരും അവരുടെ ഫോൺ നമ്പറും കുടുംബങ്ങളിൽ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുമെല്ലാമാണ് ആ ഡയറക്ടറിയിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ ഡയറക്ടറിക്ക് വേണ്ടി ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ ഡയറക്ടറി പ്രകാശനം ചെയ്യുന്നതിനായി മഞ്ഞളിയച്ചനെയും കോപ്പി ഏറ്റുവാങ്ങുന്നതിനായി മദർ സുപ്പീരിയറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. നേതാക്കളെ, ഈ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇതിൻ്റെ പുറകിൽ നമ്മുടെ ട്രസ്റ്റി ജോൺസൺ പറഞ്ഞ മാതിരി അയിരൂർ പള്ളിയുടെ എല്ലാമായ നമ്മുടെ വികാരിയച്ഛൻ മഞ്ഞളിയച്ഛൻ, അച്ഛൻ്റെ കഴിവ് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്തോണീസേ പുണ്യവാള, ഞങ്ങളെ നിത്യവും കാത്തിടണേ. അന്തോണീസേ പുണ്യവാള. അതുപോലെ മഞ്ഞളിയച്ഛനെ
ഈ ഇടവകയുടെ എല്ലാ മതത്തിലും പെട്ട ആളുകളും അകമൊഴിഞ്ഞ് സ്നേഹിക്കുന്നു. അതിലൂടെയാണ് ത്യാഗത്തിലൂടെ വിദേശ യാത്രകൾ വരെ നടത്തി അതിൻ്റെ അധ്വാനത്തിലൂടെ തന്നെ ധനം സമാഹരിച്ച് ഈ ദേവാലയം പടുത്തുയർത്താൻ കഴിയും. വസിക്കുവാൻ ഒരു ആലയം നിർമ്മിക്കുക, അത് ഏറ്റവും മനോഹരമാക്കുക, ഇതാണ് നമ്മുടെയും ആഗ്രഹം. ബലിയർപ്പിക്കുവാനും ആരാധിക്കുവാനും ആയി ദൈവജനം ഇവിടെ ഒരുമിച്ച് കൂടുന്നു. മിനി പോളച്ചൻ, ജാൻസി ടോമി, സഞ്ജൂഡി യൂണിറ്റ്, ജാൻസി ജോസ്, വത്സ മാത്തച്ചൻ, വത്സ തോമസ്, സെന്റ് ജോർജ് യൂണിറ്റ്, എൽസി തോമസ്, ഷേർലി ബേബി, ജൂബി ഷാജി, സെന്റ് സേവിയർ യൂണിറ്റ്, ഷാലി ഡേവിസ്, റോസ്ലി ആന്റണി, സെന്റ് അഗസ്റ്റിൻ യൂണിറ്റ്, ആനി ജോസ്, ഗ്രേസി ജോൺസൺ, അന്നക്കുട്ടി ജി, സെന്റ് ജോൺ യൂണിറ്റ്, രാജീവ് പി, ലിസി ആന്റണി, ഷൈനി സെബാസ്റ്റ്യൻ, സെന്റ് പോൾ യൂണിറ്റ്, റോസി വർഗീസ്, സലോമി ആന്റണി, മേരി ജോയ്, സെന്റ് ജോസഫ് യൂണിറ്റ്, ലിൻസി ടോമി, മേരി വി എ, ആനി ജിജി, സെന്റ് ഫ്രാൻസിസ് യൂണിറ്റ്, സിസിലി സൈമൺ, റൂബി ജോയ്, ലിൻസി ജോയ്, സെന്റ് മാർട്ടിൻ യൂണിറ്റ്, ഷീല ആന്റണി, മോളി ബേബി, ജിജി വർഗീസ്, സെന്റ് തോമസ് യൂണിറ്റ്, മിനി ജോസ്, ഡൈനി ബേബി, റെജി ഇട്ടീര, സെന്റ് മേരീസ് യൂണിറ്റ്, ജാൻസി ബേബി, റിൻസി ഫ്രാൻസിസ്, എൽസി ബാബു, സെന്റ് പീറ്റർ യൂണിറ്റ്, ഏലിയമ്മ വർഗീസ്, ഗ്രേസി ജോസ്, മിനി പോൾ, സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ്, അന്നക്കുട്ടി ജിം, അന്നക്കുട്ടി വർഗീസ്, മേരി തോമസ് ആൻഡ് ഷീല ബേബി. സ്നേഹോപഹാരങ്ങൾ കൽപ്പിക്കുക ഏവർക്കും കൃത്യമായി നന്ദി പറയുന്നതോടൊപ്പം സ്നേഹോപഹാരങ്ങൾ. ആദരണീയരായ വിശിഷ്ട അതിഥികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ്. പുതിയ ഒരു ദേവാലയം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഓംകാരനാദം, ഓം പൂജ്യനാമം, ഓം സമ്പൂർണം പാവനം പാലനം ശോഭനം, ആശ്രിതം ദയാശ്രിതം വന്ദനം, വാഴ്ക വാഴ്ക വചനം. പടിയടച്ചിരിക്കും പയ്യെ പലരും വരുമെൻ മുന്നിൽ പതിവായി മെല്ലെ ഇരഭവം ഇല്ല കൊടുക്കില്ല ഭിക്ഷ പോലും കണിശം പടി കടത്തി ഞാൻ പടിയടച്ചിരിക്കും ഞാൻ പണിയും അറപ്പുരകളിയും കൂട്ടി വയ്ക്കുമെൻ വിളവതിൽ ഭയം ഇന്ന് പറയുമെന്നോട് ഞാൻ ഗൗരവം ഇനി പിന്നെ കുടിക്കൂ ശയിക്കൂ കുന്നിറങ്ങി കാടി
പ്രേം നസീർ എന്ന പേരും കിട്ടി. ആ ഇടയ്ക്കാണ് ചെട്ടിക്കുളങ്ങരയിലെ ഭരണി മഹോത്സവം. അങ്ങനെ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കടമിളച്ചു കൊടുത്ത ആ ബോവാസ് തനിക്ക് 100 തരാന കടപ്പെട്ടിരുന്ന ആ നാമാനെ കാരാഗ്രഹത്തിലടച്ചിരിക്കുന്നു. എന്ത്? അവൻ ഇത്ര അഹങ്കാരമോ? ആരെവിടെ? ഉടൻ തന്നെ ആ ദുഷ്ടനെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കുവിൻ. രാജാവ് എന്നിൽ സന്തുഷ്ടനായി സമ്മാനങ്ങൾ തരാൻ വിളിപ്പിക്കുന്നതായിരിക്കും. ഈ ധിക്കാരിയെ ഉടൻ തന്നെ കൽത്തുറക്കലടക്കുവിൻ. അയ്യോ പ്രഭു, എന്താണിത്? അടിയൻ എന്ത് തെറ്റ് ചെയ്തു? നീ എന്ത് തെറ്റ് ചെയ്തു വന്നു? നീ കരഞ്ഞപേക്ഷിച്ചപ്പോൾ ഞാൻ നിന്റെ കടങ്ങൾ ഇളവ് ചെയ്തു തന്നു. എന്നാൽ നീ ചെയ്തതോ ആ പാപം കേണപേക്ഷിച്ചിട്ടും നീ അവനെ കാരാഗ്രഹത്തിൽ അടച്ചു. അടിയന് ഒരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം. നിന്നോട് ക്ഷമിക്കുവാനോ? ഞാൻ നിന്നോട് കാണിച്ചതുപോലെ നീയും നിന്റെ സഹോദരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നു. നീച, കടം മുഴുവൻ തന്നു തീർക്കുന്നവരെ നിന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കുവാൻ നാം കൽപ്പിക്കുന്നു. അരുത് പ്രഭു, അരുത്. ആരെവിടെ? ഈ ദുഷ്ടനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുവിൻ. എന്നെ വെറുതെ വിടണേ, എന്നെ വെറുതെ വിടണേ, എന്നെ വെറുതെ വിടണേ. അങ്ങനെ നിർദ്ധയനായ ഭൃത്യനെ രാജാവ് തുറങ്കലിലടച്ചു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവും ഇതുപോലെ തന്നെ നിങ്ങളോട് പ്രവർത്തിക്കും എന്ന് നിർദ്ധയനായ ഭൃത്യന്റെ ഉപമയിലൂടെ യേശുനാഥൻ വ്യക്തമാക്കുന്നു. നീ
ക്രിസ്തു എന്ന പേരിൽ ഭൂമിയിൽ അറിയപ്പെട്ടിരുന്ന ഒരു പുണ്യാത്മാവ് ജീവിച്ചിരുന്നു. സുഖലോലുപതയുടെ മടിത്തട്ടിൽ നിന്നും ദാരിദ്ര്യത്തിൻ്റെ മേലങ്കി സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് തനിക്ക് ജന്മം നൽകിയ പിതാവിനെ പോലും ഉപേക്ഷിച്ച് സ്വർഗസ്ഥനായ പിതാവിനെ തൻ്റെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് വിശുദ്ധിയുടെ മാർഗം ലോകത്തിന് കാട്ടിക്കൊടുത്ത ഒരു മഹത് വ്യക്തി. അസീസിയിലെ തൻ്റെ ഉദ്യാനത്തിൽ തന്നെ കാത്തിരുന്ന പക്ഷികളെ സന്ദർശിച്ച് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭയിൽ സഹനങ്ങൾ ഏറ്റെടുത്ത് ജീവിച്ചിരുന്ന ഭാരതത്തിൻ്റെ ആദ്യ വിശുദ്ധയായ വിശുദ്ധ അൽഫോൺസമ്മയുടെ ഭരണങ്ങാരത്തു നിന്ന് കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നു. ഇവരെ സ്വീകരിക്കുവാൻ ഈ ഇടവകയിലെ 3-ാം സഭ അംഗങ്ങൾ ഒന്നടങ്കം ഇവരോടൊത്തുചേർന്ന് ആരാധനയ്ക്ക് അണയുന്നു. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന് അരുളിയ യേശുനാഥൻ തീർച്ചയായും ഈ വിശുദ്ധ ഗണത്തിൻ്റെ മധ്യേ ഉണ്ടായിരിക്കും. ഈ വിശുദ്ധ ഗണങ്ങളോടൊന്നിച്ച് നമുക്കും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. പറമ്പില് അന്തിച്ചു നിക്കണ ചേരുള്ള പെണ്ണേ കാക്കുഴലി തരിവള കയ്യാൽ താളം പിടിക്കുമ്പോൾ തേടുന്നതാരെ നീ കൊച്ചു പെണ്ണേ.
മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി വീട്ടുന്ന മൂകം തളരും കനവോ